എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഇത്ര പഴയ കഥകൾ അറിയില്ല. അറിയുന്ന ഭാഗം ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. എല്ലാം കൂടല്ലൂർ മന എന്ന് പറയുന്നത് സംസ്കൃത വ്യാകരണം പഠിപ്പിക്കുന്നതിൽ കേരളത്തിലുള്ള ഒന്നാമത്തെ ഒരു വിദ്യാപീഠമായിരുന്നു. ദേശമംഗലം മന, കൂടല്ലൂർ മന, കൊടുങ്ങല്ലൂർ കോവിലകം, ഇങ്ങനെ കുറേ കേന്ദ്രങ്ങളാണ് സംസ്കൃത പഠനത്തിന് ഏറ്റവും അധികം പ്രോത്സാഹനം നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ കൂടല്ലൂർ മനയുടെ മുമ്പിൽ ഒരു മുദ്രാവാക്യം പോലെ ഒരു ശ്ലോകം അവർ എഴുതി വച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും വ്യാകരണം പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വേറെ ഒരു വിചാരവും ഇല്ലാതെ 5 വർഷം ഈ ഇല്ലത്ത് വന്ന് താമസിക്കുക. എന്നാൽ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചോളാം എന്നാണ് പ്രതിജ്ഞ. ഇതാണ് വ്യാകരണ പിൽപഠിഷ യതി തേ സ്യാത് പഞ്ചവർഷകമനന്യവിചാര സംഗമാലയ ഭൂസുരഗേഹം ഗച്ഛ താത യഥാസുഖമസ്തു എന്നാണ് ആ പദ്യം. വ്യാകരണ പിൽപഠിഷ വെച്ചാൽ വ്യാകരണം പഠിക്കാൻ ആഗ്രഹം ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യൂ? വേറൊരു വിചാരവും ഇല്ലാണ്ട് അവിടെ ചെന്ന് താമസിക്കൂ എന്നാണ് പറയുന്നത്. അത്രമാത്രം വ്യാകരണശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു മനയാണത്. ആ മനയിലെ ഒരംഗം